സാരിയെക്കുറിച്ച് പറയാൻ അങ്ങനെ ഞാൻ വളരെ പെട്ടെന്നാണ് സാരി എടുത്തത്. ഒരു ഞാനും എൻ്റെ അച്ഛനും കൂടെ പോയി ഞാനൊരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ടായിരുന്നു അങ്ങോട്ട് പോയത്. അപ്പോൾ ആ ഫംഗ്ഷൻ കഴിഞ്ഞ് തിരിച്ചവിടെ ചെന്ന് 4 സാരി സെലക്ട് ചെയ്ത് അച്ഛനവിടെ വെച്ചിരുന്നു. ഒരു സാരി എടുത്തു, രണ്ടാമത്തെ സാരി എടുത്തു, അത് കൊള്ളാമെന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് ഞങ്ങൾ പോകുന്നു. അപ്പോൾ സാരി എനിക്ക് അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ ഒരു വലിയ എക്സ്പെക്ടേഷൻ അങ്ങനെ അല്ലെങ്കിൽ ഒന്ന് ഡിസൈൻ ചെയ്ത് അങ്ങനെയൊന്നും ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ചേരുന്ന ഒരു സാരി എന്നുള്ളതല്ലാതെ ചേരുന്ന ഒരു നിറം എന്നല്ലാതെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു വലിയ ധാരണകളൊന്നും എനിക്ക് മനസ്സിലില്ലായിരുന്നു. അതുകൊണ്ട് സെലക്ഷൻ വളരെ പെട്ടെന്ന് കഴിഞ്ഞു. ആഭരണങ്ങള് നാച്ചുറലി നേരത്തെ എൻ്റെ അമ്മയുടെ കയ്യിലുള്ള ഓർണമെന്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ കല്യാണത്തിന് മുമ്പ് വാങ്ങിച്ചതൊക്കെ, പിന്നെ കല്യാണത്തിന് മുമ്പ് വാങ്ങിച്ചതൊക്കെ ഈ കൊച്ചു കൊച്ചു മാലകളാണ്. അപ്പൊ അതിങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ അതൊന്നും അല്ലാതെ വലിയ മാലകളൊക്കെ കുറച്ച് വാങ്ങിച്ചു. മലബാർ ഗോൾഡിൽ ആണ് വാങ്ങിച്ചത് എൻ്റെ സ്വർണം. മുല്ലപ്പൂ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല. മുല്ലപ്പൂവിനൊക്കെ ഭയങ്കര വിലയാണ് ഇപ്പൊ മുഴത്തിന്. അപ്പൊ എൻ്റെ അച്ഛൻ കളയാക്കി പറഞ്ഞു, മോള് പ്ലാസ്റ്റിക് പൂ വെച്ചോളൂ. പക്ഷെ അല്ല, ഇത് തമാശ. അല്ലാതെ മുല്ലപ്പൂ എനിക്ക് പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിലും അല്ലാതെ ഒത്തിരി ഒന്നും വെക്കണം എന്ന് എനിക്കില്ല. ഒരു കുഞ്ഞു കഷ്ണമാണെങ്കിലും മുല്ലപ്പൂവിന്റെ ഒരു കഷ്ണം തലയിൽ വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം മുല്ലപ്പൂ വെച്ചാൽ നല്ലൊരു ഐശ്വര്യം ആണ് എല്ലാ സ്ത്രീകൾക്കും, എനിക്ക് എൻ്റെ ഒരു വിശ്വാസത്തില്. അപ്പം അതുകൊണ്ട് മുല്ലപ്പൂ വെച്ച് കാണുന്നത് എനിക്ക് എല്ലാ രീതിയിലും സ്ത്രീകൾ മുല്ലപ്പൂ വയ്ക്കുന്ന ഒരു പ്രത്യേക ഭംഗി ആയതുകൊണ്ട് എനിക്കത് ഇഷ്ടമാണ്. അപ്പൊ തീർച്ചയായിട്ടും കല്യാണത്തിന് ഞാൻ മുല്ലപ്പൂ വെക്കും. പിന്നെ അത് ഏത് രീതിയിലാണെന്നൊക്കെ ഉള്ളത് ഈ മുടി കെട്ടുന്നവരെയൊക്കെ അല്ലയോ നോക്കുന്നത്, എനിക്കതൊന്നും വലിയ വശമില്ല. MBAയുടെ ഇനി എനിക്ക് 2 എക്സാം ബാലൻസ് ഉണ്ട്. എനിക്ക് ലാസ്റ്റ് ഇയർ ഷൂട്ടിംഗ് കാരണം എഴുതാൻ പറ്റാഞ്ഞ 2 എക്സാം എനിക്ക് എഴുതണം. അത് എന്തായാലും ഇമ്മീഡിയറ്റ് ഉണ്ടാവും, മാർച്ചിൽ തന്നെ എഴുതേണ്ടി വരും. പിന്നെ ഒന്നും സത്യമായിട്ടും ഡിസൈഡ് ചെയ്തിട്ടില്ല. സത്യം, എനിക്ക് ഗുരുവായൂരപ്പനാണ് സത്യം ഡിസൈഡ് ചെയ്തിട്ടില്ല. ഞാൻ സന്തോഷേട്ടാന്നാണ് വിളിക്കുന്നത്. എന്നെ വിളിക്കുന്നത് ലെറ്റ് ഇറ്റ് ബി സീക്രട്ട്. നവ്യ എന്നുള്ള പേരാണ് സന്തോഷേട്ടന് വശമുള്ളത്, കാരണം അത് തന്നെ കേട്ടിട്ടുള്ളത്. അപ്പം എൻ്റെ വീട്ടിലെല്ലാവരും എന്നെ ധന്യ എന്നാണ് വിളിക്കുന്നത്. അപ്പം അത് കേൾക്കുമ്പോഴാണ് എനിക്കൊരു അങ്ങനെ വിളിക്കും. വീട്ടിലെല്ലാവരും അങ്ങനെ തന്നെ വിളിക്കുന്നതാണ് ഇഷ്ടം. പക്ഷെ പെട്ടെന്ന് സന്തോഷേട്ടനെ അങ്ങനെ വിളിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും അല്ലാത്തൊരു പേര് വിളിക്കാമെന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത ഒരു പേരാ. പാചകം പണ്ടോട്ടെ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പാചകം. പറഞ്ഞ പോലെ എന്നാലും ഈ ഷൂട്ടിങ്ങിന്റെ ഒക്കെ തിരക്കായതുകൊണ്ട് ഫുൾ ടൈം ഒന്നും ഞാൻ കുക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ ഇരുന്ന് കുക്ക് ചെയ്യുന്ന ഒരു ഇതൊന്നും വന്നിട്ടില്ല ഇതുവരെ. പക്ഷെ വീട്ടില് ചിലപ്പോഴൊക്കെ മൂഡ് തോന്നുമ്പോഴൊക്കെ കയറി ഓരോന്നൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ മൂഡുണ്ടെങ്കിലും ഇല്ലെങ്കിലും കുക്ക് ചെയ്യണം. ശേഷമൊക്കെ ഫ്യൂച്ചറിനെ പറ്റി ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഹണിമൂണൊന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല എന്തായാലും.